ഡാ, നിനക്ക് ഏതൊക്കെ ഡ്രസ്സാ കൊണ്ടുപോകാൻ വേണ്ടേ? നാളെ എല്ലാം കൂടി നടക്കില്ല, അതുകൊണ്ടാ. ദീദി, ഞാൻ നിങ്ങളുടെ കൂടെ നാളെ വരുന്നില്ല. വരുന്നില്ലാന്നോ? നേരത്തെ അമ്മ ചോദിച്ചപ്പോ നീ വരാന്നല്ലേ പറഞ്ഞേ? അത് എനിക്ക് ചെന്നൈയിലൊരു എമർജൻസി മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞാൻ അത് മറന്നിരിക്കുകയായിരുന്നു. ഇത്ര നേരം ഇല്ലായിരുന്നു, എന്ത് മീറ്റിംഗാ ഇപ്പൊ ഇത്ര പെട്ടെന്ന് പൊട്ടി ഉണച്ചേ? നേരത്തെ പറഞ്ഞിരുന്നു, പക്ഷേ ഇപ്പോഴാ കൺഫർമേഷൻ വന്നേ, അതുകൊണ്ടാ. അല്ലേലും എന്തേലും തീരുമാനിച്ച അവസാന നിമിഷം ആകുമ്പോ നിനക്ക് എപ്പോഴുള്ളോ? നീ പറയുന്ന കേട്ടതൊന്നും നിങ്ങളുടെ കൂടെ വരാതിരിക്കാൻ ഞാൻ മനഃപൂർവ്വം റീസൺ ഉണ്ടാക്കുന്നതെന്ന്. ആ, ചിലപ്പോ ആയിരിക്കും. നീ എന്തേലും കാണിക്ക. മന, ഒരു ഡോക്ടറിന് വേണ്ട 3 സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയൂ. ക്ഷമ, ഉറക്കം, സമാധാനം. അല്ലേ? അല്ല, പഞ്ച്വാലിറ്റി, ജോലിയോടുള്ള ഉത്തരവാദിത്തം. ഇതാണ് ആദ്യം ഒരു ഡോക്ടറിന് വേണ്ടത്. ബട്ട് സാർ, ഞാൻ ആദ്യം പറഞ്ഞ 3 സാധനം ഇല്ലെങ്കിൽ ഒരു ഡോക്ടർ ചിലപ്പോൾ ഭ്രാന്തനാകും സാർ. അതുകൊണ്ട് ഞാൻ മറ്റന്നാൾ ജോയിൻ ചെയ്താൽ പോരെ സാർ? നോ, നാളെ 9 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ നീ ഇവിടെ ഉണ്ടാവണം. ഓക്കെ? അല്ല സാർ, നാളെ 9 മണി ഒട്ടി വെച്ച്. നാളെ 9 മണിക്ക് അടച്ചില്ല, അവൻ തന്ന ഫ്ലൈറ്റ് വെച്ചേക്കണ. ഞാൻ പോവില്ല. എന്നുവെച്ച് ഒന്നുമില്ല. ആ, നീ എഴുന്നേറ്റോ? കിച്ചണിലല്ലേ? ചുമ കുറവുണ്ടോടാ? ആ, കുറവുണ്ട്. ചൂടായിട്ടൊരു കോഫി ഇട്ട് കിട്ടാ മതി. ആലോചിച്ചു. ആദി, ദാ കോഫി. കൊറേ നേരമായല്ലോ തുടങ്ങിയിട്ട്. നീ എന്തായി നോക്കുന്നേ? അത് ജാനു, മേഘ എവിടെ പോയി? ആ, അവൾക്ക് കോളേജിൽ എന്തോ കുറച്ച് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അത് കാരണം അവള് കോളേജിൽ വരെ ഒന്ന് പോയതാ. ആ, അല്ല, നീ ഇതിപ്പോ എങ്ങോട്ടാ? അതെനിക്ക് ജുവാനെ ഒന്ന് കാണണം. 1-2 ഫയൽസിന്റെ കാര്യം ചെക്ക് ചെയ്യാൻ പറയാനുണ്ട്. അത് നിനക്ക് ആ ഫോണിൽ കൂടെ വിളിച്ചങ്ങ് പറഞ്ഞാ പോരെ? അല്ല, ഇനി 3 days നമ്മളിവിടെ കാണില്ലല്ലോ, അപ്പോൾ കമ്പനിയിലെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേൽപ്പിക്കണം. ഹാ, അവൻ പോയിട്ട് വരട്ടെ ജാനി, നിനക്കെന്താ? അല്ലേ ചു, വിളിച്ചു പറയേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഈ പെട്രോൾ ഒത്തിച്ച് അവിടെ വരെ പോകേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും നീ അല്ലല്ലോ പെട്രോൾ അടിച്ചു കൊടുക്കുന്നത്. നീ പോയിട്ടോടാ. പച്ചോണേ, വരുന്ന വഴിക്ക് അമ്മയെ കൂടി കൂട്ടിക്കോ. ആലോചിച്ചു. എന്നാ ശരി, ഞാൻ പോയിട്ട് വരാം. ആ, ജുവാനെ കാണാൻ അത്ര ഓട്ടം ഓടുന്നത് പോരാഞ്ഞിട്ട് ഇനി മേഘയെ കൂട്ടാൻ വേറെ പോണോ? അവള് ബസ്സിലല്ലേ പോയത്, അതുപോലെ ഇങ്ങനെ വരില്ലേ? ദേ, നാത്തൂനാന്ന് ഓർക്കില്ല, ഒരൊറ്റ വീക്ക് വന്നാലുണ്ടല്ലോ. നീ ട്യൂബ് ലൈറ്റ് അല്ലടി, പഞ്ചായത്ത് ലൈറ്റാ. കത്തും കത്തുമെന്ന് വിചാരിക്കും, ഇന്നാ കത്തിച്ച. എടി, രാവിലെ മുതൽ മേഘയെ കാണാതെ ഇവിടെ കിടന്ന് കറങ്ങാ. അവളെ കൂട്ടാനാവാൻ പോണേ, ജുവാനെ കാണാനൊന്നുമല്ല. അയ്യോ, അതായിരുന്നു. എന്നാ അവരത് വാ തുറന്ന് പറഞ്ഞൂടെ? നല്ല മഴക്കാറുണ്ടല്ലോ മായാൻസെ. ഒരു കാര്യം ചെയ്യും, ഞാൻ ടീച്ചറെ കൊണ്ടുപോയി ബസ് സ്റ്റോപ്പിലാക്കി തരാം. ശരൺ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. ടീച്ചറെ ആദ്യമല്ലേ ഇത്? ടീച്ചറെ കൂട്ടാൻ വന്നാണോ? അറിയില്ല. ആദ്യം എന്താ കോളേജിലേക്ക് വരാതിരുന്നത്? ഞാൻ വന്നപ്പോൾ നിങ്ങളിങ്ങോട്ട് വരുന്നതുകൊണ്ടും അതാ പിന്നെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തത്. എന്തായാലും ആദ്യം ഒന്നും നന്നായി. അല്ലേ ടീച്ചറെ ഒറ്റയ്ക്ക് പോകേണ്ടി വന്നേനെ. എന്നെ കൂട്ടാൻ ശരൺ വരുന്നുണ്ട്. ഓ ആണോ? ഞാൻ ശരണിനെ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക്. എന്നാൽ ഞങ്ങൾ ഇറങ്ങിക്കോ. ഈവനിങ് പോകാനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. ആ, എന്നോട് ടീച്ചർ പറഞ്ഞിരുന്നു. എന്നാ ശരി, നിങ്ങൾ പോയിക്കോ.
അയാളെ വിളിക്കാമെന്ന് എന്നെ പറഞ്ഞാ മതി. ലച്ചമ്മേ, മനു വിളിച്ചായിരുന്നേ. അവൻ എത്തിന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു, വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന്. ആ, ഇപ്പൊ എത്തിയുള്ളൂ അവൻ. ഇല്ല, ഹോസ്പിറ്റലെത്തി ജോയിൻ ചെയ്തിട്ട് എന്നെ വിളിച്ചേ. മേഘയെ ആദ്യം വന്നു തോന്നുന്നു. അയ്യോ, അവര് വന്നു. ഇനി കുറച്ച് ഡ്രസ്സും കൂടെ അയൺ ചെയ്യാനുണ്ട്, ഞാൻ അതുകൂടെ അയൺ ചെയ്ത് വെക്കട്ടെ. മേഘമോളെ, നിനക്ക് വേണ്ടതെല്ലാം നീ പാക്ക് ചെയ്ത് വെച്ചില്ലേ? ആ ജനമ്മ, അതെല്ലാം ഞാൻ മുന്നാടിയെ പാക്ക് പണിട്ടെ. എന്നാ ടൈം കളയണ്ട, രണ്ടാളും വേഗം പോയി ഫ്രഷ് ആവാൻ നോക്ക്. നീയും ചാർലി തമ്മിൽ വീണ്ടും അതിന് പ്രശ്നം ഉണ്ടായോ? ഞാനല്ല, അവനാദ്യം തുടങ്ങി വെച്ചത്. വീട്ടിലുള്ള മുതൽ തികയാഞ്ഞിട്ടാണോ എന്റെ പെങ്ങളെ കൂടി? ചാർലി, ആദി, എന്റെ ഒരു മോനെ നീ എനിക്കെതിരെ തിരിച്ചു, അത് ഞാൻ പോട്ടേന്ന് വെച്ചു. എന്നാ താരയുടെ കാര്യം അങ്ങനെയല്ല. പെണ്ണായിട്ട് അവൾ എനിക്ക് ഒരെണ്ണേ ഉള്ളൂ. നീയായിട്ട് പറഞ്ഞ അവൾ എന്റെ വീട്ടിലോട്ട് വിടുന്നതാണ് നല്ലത്. പിള്ളേർക്ക് ഇപ്പൊ വിഷം കണ്ട വിഷമാണെന്നറിയാവുന്ന ഇനിയിപ്പൊ എന്നാ ചെയ്യാനാങ്കളെ? ആദ്യം നീ നിന്റെ പരിധി വിടുന്നുണ്ട്. ഓടാ, എനിക്ക് പരിധി വെക്കാൻ നീയും നിന്റെ തന്തയെ വളർന്നിട്ടില്ല. പിന്നെ താരയുടെ കാര്യം, അവൾക്ക് എത്ര നാളവിടെ നിൽക്കണോ അത്രയും കാലം അവളവിടെ നിൽക്കും. അല്ലാണ്ട് ഇങ്ങയുടെ തന്ത ഔസേപ്പ് നിലത്തോട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞാലും അവൾ ആ വീടിൻ്റെ പടി ഇറങ്ങില്ല. ആദി, നിന്റെ വീട്ടിൽ ഇതുപോലെ ഒരെണ്ണം ഉണ്ടെന്ന് നീ ഓർത്തോ? വീട്ടിലുള്ള ഒരെണ്ണത്തെ പറ്റി പറഞ്ഞപ്പോഴാ ഇതെന്നാത്തിനാന്ന് മനസ്സിലായോ? നീ തുടക്കത്തിൽ പറഞ്ഞില്ലേ, അതിനുള്ളതാ. ബാക്കി ഞാൻ നോക്കോളാം. ആദി, ഇച്ചായം വന്നിരുന്നു അല്ലേ? ഞാനോട് കൊടുത്തല്ല, അവനോട് ചോദിച്ചു വാങ്ങിച്ചതാ. ആദി, ഐ എം റിയലി സോറി. ഇതിന് നീ സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും നടന്നൊന്നും നീ ഇവിടെ പറയാൻ നിൽക്കണ്ട. അതെന്തൊരു സൗണ്ട്? ബാത്റൂമിന്നാ തോന്നുന്നു. മേഘ, വലുതായിട്ട് പേടിക്കാനൊന്നുമില്ല, കാലിന് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്. ആ, വലുതായിട്ട് പേടിക്കാനൊന്നുമില്ല. ഒരു 3 വീക്സ് എന്ത് വന്നാലും നല്ല പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് വേണം. സന്തോഷം. മഹീട്ട, മാരേജിന് വരാൻ പറ്റില്ലെന്ന് നിങ്ങളൊന്ന് അവരെ വിളിച്ച് പറഞ്ഞേക്ക്. അല്ല, നിങ്ങളെന്തിനാ മാരേജിന് പോകാതിരിക്കുന്നേ? പിന്നെ ഞങ്ങൾ പോയി അവളുടെ കാര്യമായിരുന്നു നോക്കുക. ഈ സിറ്റുവേഷനിലൊക്കെ എല്ലാം തനിയെ ചെയ്യാൻ പറ്റില്ല. അവൾ എൻ്റെ വൈഫല്ലേ, ഞാൻ തന്നെ അവളുടെ കാര്യം നോക്കിക്കോളാം. അല്ലാതെ ഇന്നലെ നീ തനിച്ചല്ലോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താരം ഉണ്ടാവും. അതെ ജാനു, ഞാനുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ ചെയ്ത് കൊടുത്തോളാം. നിങ്ങൾ എന്തായാലും പോകാൻ തീരുമാനിച്ചതല്ലേ, നിങ്ങൾ എന്തായാലും പോയിട്ടോ. എന്നാലും അത് ഒരെന്നാലും ഇല്ല, ജാനു ധൈര്യമായിട്ട് പോയിട്ടോ. കഴിവുണ്ടെന്ന് കരുതി ഒരുമാതിരി കഴിവേറിയാവരുത്. ബാത്റൂമിലോടി കുച്ചിപ്പൂട്ട് കളിക്കുന്നേ. അവൾ എന്തേലും എടുത്ത് തലമണ്ടയ്ക്ക് അടിച്ചാ ഇവിടെ നിർത്തോണ്ട് പോകാൻ ആരുമില്ല. ഹാൻഡിൽ വിത്ത് കെയർ. എന്നാ നമുക്ക് ഇറങ്ങിയാലോ? ഇതാ വണ്ടി വെച്ച് പറഞ്ഞു. അതും മറ്റിലൊക്കെ. എടാ, മോളെ നോക്കിക്കോളേ. ഞാൻ നോക്കോളാം. ഹലോ ഗൈസ്, നീ പോകുന്നുണ്ടോ അവരുടെ കൂടെ? ദിവനൊരു കമ്പനിക്ക്. അതെന്തായാലും നന്നായി. ഞങ്ങൾ 4 ആ കാറി കയറാം. ഇവാനും തിരിയും മധുവിന്റെ കാറി കയറിക്കോ. അല്ല, അത് ഞാൻ. നീ അമ്പലത്തിൽ വന്ന് അവൾ അമ്പലത്തിൽ വിട്ട് അമ്പലത്തിൽ പോയി തൊഴുതിട്ടേ എവിടെയും പോവൂ, കേട്ടോ? തൊഴുതിട്ടേ പോവൂ. അത് തൊഴുതിട്ടേ പോവൂ. കറ അതി തരാ പോയിച്ചു വരാം. ഇങ്ങനാണോ വണ്ടി എടുക്കുന്നേ? ആദ്യം മോളെ നോക്കിയേക്കണേ. നീ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരി, അവൻ നോക്കിക്കോളൂ.
നിങ്ങൾക്ക് ലൈസൻസ് കിട്ടിയ അഹങ്കാരം എൻ്റെ അടുത്ത് കാണിക്കരുത് കേട്ടോ. ഡിവോഴ്സ് ആകാതെ പോയ പോലെ തിരിച്ച് വന്നാ മതിയായിരുന്നു. അതിനുള്ള ചാൻസ് കുറവാ. എന്നാ നീ അകത്തേക്കല്ല, ഫ്രണ്ടിലെ ഡോർ പൂട്ടിയേക്ക്. ആദ്യം വരുന്നില്ലേ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങ് വന്നേക്കാം. ടൈം എത്രയെന്നറിയടോ? എഴുന്നേക്കുന്നില്ലേ? ഞാൻ താരോട് ഫുഡ് എടുക്കാൻ പറയാം. അതിനു മുന്നേ എനിക്കൊന്ന് വാഷ്റൂമിൽ പോണായിരിക്കും. ആ, ഞാൻ താര വിളിക്കാം. അത് എനിക്ക് സാരി ഒന്ന് ചേഞ്ച് ചെയ്യണം. താര, എന്നൊന്ന് കിച്ചണിലേക്ക് എത്തിരോ? താര, എന്തിനാ ഏത് നേരം താരാ താരാന്ന് അവളെ വിളിക്കുന്നേ? ആരോ അമ്മയോട് പറയുന്നത് കേട്ടല്ലോ, എന്റെ ഭാര്യ ഞാൻ നോക്കിക്കോളാന്ന്. ഇറസ്പോൺസിബിൾ. എന്താ കാണിക്കുന്നേ? എന്റെ റെസ്പോൺസിബിലിറ്റി എന്താന്ന് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ കാലിനാ കുഴപ്പം, കൈക്ക് കുഴപ്പമില്ല. ഇത് ഞാൻ എന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും മുമ്പ് പറയണായിരുന്നു. ആ, ആദ്യം എനിക്ക് തല വേദനിക്കുന്നുണ്ട്. അവള് പെട്ടു. മേഘ, നമുക്ക് ഇവിടെ നിന്ന് ഡ്രിമ്മർ കൊണ്ട് ഒരു വരയിട്ടാലോ? മുടി കട്ടിയ കൊല്ലഞ്ഞ്. എന്നാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ? ആദ്യക്ക് ബുക്ക് ചെയ്യാറിയോ? ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നേ. എക്സ്പെരിമെന്റ് ആണോ? ആ, എക്സ്പെരിമെന്റാ. ആദ്യം ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. ഈ സിറ്റുവേഷനിൽ നീ എങ്ങനെ ചെയ്യണ? എടുക്ക്. എടുക്ക്. അവൻ പറഞ്ഞ നേരാ, എന്റെ ആ മക്കളൊന്നും അവനിട്ടുണ്ടാക്കാനായിട്ടില്ല. നിങ്ങൾ നോക്കിക്കോ, അവൻ കരഞ്ഞോണ്ട് വന്ന് നിങ്ങളുടെ കാല് പിടിക്കും.